അപ്പോൾ വെൽക്കം ബാക്ക് ടു റെലംസ് ഓഫ് കാവ്യ. ആദ്യം നമ്മളിപ്പോൾ KSRTC ബസ്സിൽ കയറി തമ്പാനൂരെത്തിയിട്ട് അവിടെ നിന്ന് നമ്മൾ ട്രെയിനിൽ കയറി കൊല്ലത്തിറങ്ങിയിട്ട് കൊല്ലത്തുനിന്ന് മിക്കവാറും ഊബർ വിളിച്ചായിരിക്കും അവളുടെ വീട്ടിലോട്ട് പോവുക. ഇതാണ് പ്ലാൻ. അതുപോലെ തന്നെ നടക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് റിയയുടെ വീട്ടിലേക്ക് പോകുന്നതും ഞങ്ങളുടെ ഫൺ മൊമെൻറ്റ്സും എല്ലാം നിങ്ങൾ മിസ്സാക്കാതെ കാണുക. അപ്പോൾ എൻ്റെ കൂടെ നിങ്ങളും കൂടെ കാണണം. ഓക്കെ, ബൈ. ഞങ്ങൾ കാഞ്ഞിരംകുളത്ത് എത്തിയത് 2 ബസ് പോകുന്നതുകൊണ്ട് പിന്നെ അതിനെ വട്ടം ഇട്ട് പിടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എന്തായിരുന്നാലും ഒരു ബസ് മിസ്സായിപ്പോയി. ഒരെണ്ണം നമ്മൾ നെല്ലിമൂട് വണ്ടി വെച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് കിട്ടി കേട്ടോ. അങ്ങനെ വളരെ സാഹസികമായിട്ടാണ് ഞാൻ ഈ KSRTC ബസ്സിൽ കയറി പറ്റിയത്. ഒരു 1 hour കഴിഞ്ഞപ്പോഴത്തേക്കും തിരുവനന്തപുരത്ത് എത്തി കേട്ടോ. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ കുറച്ചധികം നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നാലും ട്രെയിൻ കിട്ടിയപ്പോൾ ഒരു ആശ്വാസമുണ്ട്. ഇന്നെന്തോ ട്രെയിൻ കുറവാണെന്ന് തോന്നുന്നു. എന്തായാലും ട്രെയിൻ കിട്ടിയല്ലോ. എൻ്റെ മുഖത്ത് ഒരു ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള എക്സ്പ്രഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. നിങ്ങളത് കറക്റ്റായിട്ട് കണ്ടുപിടിച്ചു. കാരണമൊന്നുമല്ല, എനിക്ക് ഹെഡ്സെറ്റ് നേരെ വയ്ക്കാൻ പറ്റുന്നില്ല. ഇത് പണ്ട് മുതലേ എനിക്ക് ഹെഡ്സെറ്റുമായിട്ടുള്ള പ്രശ്നമാണ്. ഞാൻ കുത്തി അത് നേരെ ചെവിയിലിരിക്കത്തില്ല. എന്തായാലും സാവധാനം കൊല്ലത്തെത്തി. സംഭവം ട്രെയിനിനെ സമ്മതിക്കണം. സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ എന്നായിരുന്നു ഞങ്ങൾ വന്ന ട്രെയിനിൻ്റെ പേര്. പക്ഷെ അത് വന്നത് ഭയങ്കര സ്ലോ ആയിട്ടാണ്. വിരോധാഭാസം എന്നല്ലാതെ എന്ത് പറയാൻ. നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. റിയ ഇവിടെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് എളുപ്പമായിട്ടും അവൾ വരട്ടെ, അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അയ്യോ നല്ല വെയിൽ, അവൾ പെട്ടെന്നൊന്ന് വന്നാൽ മതിയായിരുന്നു. അന്ന് റിയൻ്റെ കല്യാണത്തിന് വന്നപ്പോൾ ഈ വശത്തല്ലേ ഞങ്ങൾ ഇറങ്ങിയത്. എന്തോ ഒരു പരിചയം തോന്നുന്നില്ല ഇവിടെ എത്തിയപ്പോൾ. കൊല്ലത്ത് ഇത്ര വെയിലാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എൻ്റെ ദൈവമേ, സത്യം നിങ്ങൾ സമ്മതിക്കണം കേട്ടോ. തിരുവനന്തപുരത്തെക്കാട്ടും ഭയങ്കര ചൂടാണ് ഇവിടെ. പൊള്ളിപ്പോകുന്ന ദേഹമൊക്കെ. ആ നട്ട വെയിലത്തെ തെക്കും വടക്കും നോക്കി ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് എൻജോയ് ചെയ്തിട്ടല്ല, എൻ്റെ കൂട്ടുകാരെ കാണാൻ പറ്റുമെന്നുള്ള എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇവർ പിക്ക് ചെയ്യാൻ വന്നതാണ്. റിയ മാത്രമല്ല, റിയയുടെ ഹസ്ബൻഡും കൂടെ ഉണ്ട്. പിന്നെ ഇവർ 2 പേരും മാത്രമല്ല ഈ കാറിലുള്ളത്. അയ്യോ, ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അമ്മയെക്കുറിച്ചല്ല. ദേ ഇങ്ങോട്ട് നോക്കി, ഈ കുഞ്ഞു കുരിപ്പിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അധികം സസ്പെൻസ് ഒന്നുമില്ലാതെ ഞാൻ കാര്യം പറയാം. ഇത് നമ്മുടെ ഷിബിനളിയൻ്റെ പെങ്ങടെ മോനാണ്. ഹലോ ഗൈസ്, അപ്പം നമ്മൾ അവരെ കാറിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. ഇത് ഫേമസ് സ്ഥലമാണ്. ഇത് കൊല്ലം റാഹത്ത്. ഇതിപ്പോൾ നമ്മൾ കൊല്ലം റാഹത്തിൽ വന്നിരിക്കുകയാണ് ഗൈസ്. നമ്മളിപ്പോൾ കൊല്ലം ബീച്ചിൻ്റെ സൈഡിൽ കൂടെയാണ് ഗൈസ് പോകുന്നത്. കടലിൻ്റെ നടുക്ക് കൊണ്ടിറക്കുമോ? വേണ്ട. പക്ഷെ നിങ്ങൾ നിൽക്കുവാണെങ്കിൽ നമുക്ക് വൈകിട്ട് വരാം. ബീച്ചും ഞങ്ങളുടെ അവിടെ ഇല്ലാത്ത ബീച്ചോ. ഓ ഇതാണ്. അയ്യോ, ഇത് ഞാൻ വ്ളോഗിൽ കാണിക്കണോ? ഇതാണ്. ആരിത് പണിതതാ? കനൈ കുഞ്ഞിരാമനാണോ? കടലിൻ്റെ സൈഡിൽ കൂടെയാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സൂക്ഷിച്ച് നോക്കിയാൽ 4-5 പിള്ളേർ കക്ക വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ കാണാൻ പറ്റൂ. ഇവിടെ എത്തിയപ്പോൾ എനിക്കൊരു സംശയം തോന്നുന്നു. നമ്മൾ 2 ഹരിഹർ നഗർ സിനിമയുണ്ടല്ലോ, അവിടെ പള്ളിയുടെ ഫ്രണ്ടിൽ വെച്ചിട്ടുള്ള ഒരു സീനുണ്ട്. അതാണോ ഈ പള്ളി എന്ന് എനിക്കൊരു ഡൗട്ട് തോന്നി. പക്ഷെ ആ പള്ളിയല്ല ഈ പള്ളി. പിന്നെ ഈ പിയാത്ത ശില്പം കണ്ടോ, ഇതാണ് കേരളത്തിലെ ഏറ്റവും വലിയ പിയാത്ത. ഇതാണ് റിയയുടെ ഹസ്ബൻഡ് പഠിച്ച സ്കൂള്. ഇവിടെയാണ് റിയ പഠിച്ച സ്കൂള്. അപ്പൊ ഇവർ 2 ഓപ്പോസിറ്റ് പഠിച്ചിട്ട് കണ്ടിട്ടില്ലേ ഇവര് തമ്മിൽ? എന്തോ ഇല്ലേ, സത്യം പറയൂ, ഒരിക്കൽ പോലും കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ തിരിച്ചറിഞ്ഞ് കാണൂല. ഇതാണ് ഗൈസ് കടവൂർ പാലം. ഇത് അവിടുത്തെ ഗീവർഗീസ് പുണ്യാളൻ്റെ ഒരു പള്ളിയാണ് കേട്ടോ. ഈ പള്ളിക്ക് അവരൊരു പേര് പറഞ്ഞു, അതെനിക്കിപ്പോൾ ഓർക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഫൈനലി ഒത്തിരി സ്ഥലങ്ങളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ എത്തിയിരിക്കുന്നത് എവിടാണ്? നിങ്ങൾ ഗസ് ചെയ്താലും ഗസ് ചെയ്തില്ലെങ്കിലും എനിക്ക് പറഞ്ഞല്ലേ പറ്റൂ. അങ്ങനെ നമ്മുടെ റിയയുടെയും ഷിബിനളിയൻ്റെയും വീട് ഇതാണ് കേട്ടോ. അവർക്ക് ക്രിസ്മസ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. 2 സ്റ്റാർ ഇപ്പോഴും മേളിൽ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ കല്യാണ ആൽബം കാണാൻ പോവുകയാണ്, കാണിച്ചു തരാം. വന്ന് കയറിയ ഉടനെ തന്നെ ആൽബം ഒക്കെ എടുത്ത് തന്നിട്ടുണ്ട്. കാരണം ഞാനിത് കണ്ടിട്ടില്ല. ഇവരെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം ആയെങ്കിലും ആൽബം ഞാൻ കാണുന്നത് ഇപ്പോഴാണ്. റിയയുടെ റൊമാൻറ്റിക് നോട്ടം. ശിവനണ്ണൻ റോക്സ്. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ ഈശ്വര, എന്തൊരു ചൈതന്യം. ഗൈസ്, റിയയുടെ ഹസ്ബൻഡിൻ്റെ പെങ്ങളും ഭർത്താവും കുട്ടിയുമാണ്. ഈ ഇരിക്കുന്ന കുട്ടിയാണ്
ചിരിച്ച് ഈ ഇരിക്കുന്ന കുട്ടി. ഓ ഗോഡ്, യു അഗൈൻ? വീണ്ടും നിങ്ങളോ? അവരുടെ എൻഗേജ്മെന്റിന്റെ ഒരു ഇതാണ് കേട്ടോ. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഞാനും ഉണ്ട് ഇതിന്റെ ഇടയ്ക്ക് പോയി കഴിഞ്ഞാൽ ഇതാണ് അവരുടെ എൻഗേജ്മെന്റിന്റെ പിക്സ്. ഇതിന്റെ ഒരു വീഡിയോ ഉണ്ട് ഗൈസ്, കിട്ടുകയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ യൂട്യൂബ് ചാനലിൽ കൊടുത്തിരിക്കാം. എപ്പിക്കായിരുന്നു. ഇങ്ങനെ വെള്ളമൊക്കെ കുടിച്ചിട്ട് നമ്മൾ വീണ്ടും ആൽബം നോക്കാൻ തുടങ്ങി കേട്ടോ. നിൽക്കുന്നതാണ് ഗൈസ് ഞങ്ങളുടെ ക്ലാസ്സിന്റെ ഫുള്ള് പേരുണ്ട്. ഇത് ഞങ്ങളുടെ മിസ്സായിരുന്നു. നിഷ മിസ്, ഞങ്ങളുടെ HOD. ഗൈസ് നമ്മൾ നേരത്തെ കണ്ട ആൽബത്തിന്റെ ഒരു മിനി വെർഷനാണ്. സെയിം സംഭവം തന്നെ, നമുക്ക് എപ്പോഴും കയ്യിലൊക്കെ കൊണ്ട് നടക്കാം. അങ്ങനെ എന്നെ അനുഗ്രഹിക്കണം. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് നമ്മുടെ റിയയുടെ മുറിയിലോട്ടാണ്. ഇതാണ് ഗൈസ് നമ്മുടെ റിയയുടെ മുറി. ഹായ്, കണ്ടോ? അവൾ എന്നും എന്നെ കാണാറുണ്ട്. അവളുടെ മുറിയിൽ ഞാനുണ്ട്. ഇതാണ് അവരുടെ ബെഡ്റൂം. ഇനി ആരും കണ്ടില്ല അറിഞ്ഞില്ല എന്നൊന്നും പറയരുത്. ഹലോ ഗൈസ്, ഇതാണ് ഇവിടുത്തെ താരം. റിയ പറഞ്ഞ ഇൻഫർമേഷൻ ശരിയാണെങ്കിൽ ഇവിടുത്തെ തമാശകൾ കൊണ്ട് ഈ വീടിനെ നിർത്തുന്ന ആളാണ് ഗൈസ് ഇത്. എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. ഞാൻ ഒരിക്കലും നിന്നെ എവിടെ പിടിച്ചു വെക്കൂല. നീ എന്നെ ഇവിടെ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല അല്ലേ? അതെന്തോ നീ പ്രതീക്ഷിക്കാത്തെ? കറക്റ്റായിട്ട് റിയയുടെ ഫോണിൽ ഗ്രീഷ്മ വിളിച്ചു കേട്ടോ. എന്ത് ടെലിപ്പതിയാണെന്ന് തോന്നുന്നു. എന്തായാലും ഉടനെ അവൾ എൻ്റെ കയ്യിൽ തന്നു. ഞാൻ ഇങ്ങനെ ഗ്രീഷ്മയോടെയാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സംസാരമല്ല, ഞാൻ ഈ കത്തി വെച്ചുകൊണ്ടിരിക്കുന്നത് ഗ്രീഷ്മയോടെയാണ്. കളിക്കുന്ന കുഞ്ഞിപ്പുഴു, തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പുഴു, തുള്ളി കളിക്കുന്ന നമുക്ക് വിഭവസമൃദ്ധമായ ആഹാരമാണ് ഇവിടെ അവർ ഒരുക്കിയിട്ടുള്ളത്. എന്താ, ബിരിയാണി, മുട്ട, ചിക്കൻ കാല്. അല്ലെങ്കിലും പണ്ട് എനിക്കുള്ളത് ഒത്തിരി ആഹാരം ഉണ്ടെങ്കിൽ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. കൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ റിയയുടെ അമ്മേനെയൊക്കെ കാണാൻ വേണ്ടി റിയയുടെ വീട്ടിലൊന്ന്. നേരത്തെ റിയയുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്നു നമ്മൾ പോയത്. ഇതിപ്പോൾ റിയയുടെ സ്വന്തം വീട്. ഇതാണ് ഗൈസ് അൻസ, റിയയുടെ ഒരേ ഒരു അനിയത്തി. പാവം, കുറച്ച് ഇൻട്രോവേർട്ടാണ്. ക്യാമറയുടെ മുന്നിൽ വരാൻ കുറച്ച് നാണമുണ്ട്. എന്തായാലും ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കൊല്ലത്ത് വന്ന് കാല് കുത്തിയത് മുതൽ ഇവിടെ ഭയങ്കര സൽക്കാരമാണ്. ഇവരെന്നെ കഴിപ്പിച്ച് കൊല്ലുമെന്ന് തോന്നുന്നു. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായി. ഗൈസ്, ഇപ്പോൾ കാണാൻ പോകുന്നതാണ് കൊല്ലത്തെ ഏറ്റവും വലിയ ലൈറ്റ് ഹൗസ്. കേരളത്തെ ഏറ്റവും വലിയ ലൈറ്റ് ഹൗസാണിത്. ഇത് കാണാനൊന്നും സമയമില്ലായിരുന്നു, കാരണം നമുക്ക് ട്രെയിൻ ലേറ്റാവും. പെട്ടെന്ന് സന്ധ്യയ്ക്ക് മുന്നേ വീട്ടിൽ കയറണമെങ്കിൽ ഇപ്പോഴേ തിരിക്കണ്ടേ. അതുകൊണ്ട് ലൈറ്റ് ഹൗസ് ഇങ്ങനെ പുറത്ത് നിന്ന് കണ്ടിട്ട് നമുക്ക് പതുക്കെ പോവാം. അങ്ങനെ സാഹസികമായി നമ്മൾ വീണ്ടും റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു ഗൈസ്. ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു ഗൈസ്. എല്ലാം എനിക്ക് ഇടാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. ചില വീഡിയോസൊന്നും ക്ലിയർ അല്ല, അതുകൊണ്ട് എനിക്ക് ഇടാൻ പറ്റത്തില്ല. പക്ഷെ നല്ല ഫൺ മൊമെൻറ്റ്സ് ആയിരുന്നു ഇന്ന്. അങ്ങനെ ട്രെയിൻ എത്തി. അപ്പോൾ അടുത്ത വ്ളോഗായിട്ട് വരുന്നത് വരെ ടാറ്റാ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയാം, പിന്നെ ഞാൻ ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ കേട്ടോ.